വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവൻ തന്റെ വചനം അയക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 107 20 വാക്യം. ശാന്തത വന്നതുകൊണ്ട് അവൾ സന്തോഷിച്ചു, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. കത്തുകളിലൂടെയും സന്ദേശങ്ങളിലൂടെയും നേരിട്ടും അല്ലാതെയുമുള്ള നിരവധി രീതികളിലൂടെയാണ് നാം മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നത്. എന്നാൽ കർത്താവ് തന്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. ഇന്ന് അവൻ നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിനും നേരിട്ട് തന്റെ വചനം അയക്കുന്നു. ദിവ്യ രോഗശാന്തി നൽകുന്നു. അവന്റെ വചനം ശരീരത്തിൽ നിന്നും ആത്മാവിൽ നിന്നും രോഗം, ബലഹീനത, കഷ്ടത എന്നിവ നീക്കം ചെയ്യുന്നു. ഈ ലോകത്തിലെ വാക്കുകൾക്കും കർത്താവിന്റെ വചനത്തിനുമിടയിൽ വലിയ വ്യത്യാസമുണ്ട്. ലോകത്തിന്റെ വാക്കുകൾക്ക് ശക്തി, ആത്മാവ്, ജീവൻ എന്നിവയില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം ആത്മാവും ജീവനുമാണ്. ഇത് യോഹന്നാൻ 6 വാക്യത്തിൽ പറയപ്പെടുന്നു. അത് ആത്മാവിനെ പുനർജീവിപ്പിക്കുകയും എളിമയുള്ളവർക്ക് മനസ്സിലാക്കൽ നൽകുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ശതാധിപൻ അവനോട് പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം ഉച്ചരിക്കുക, എൻ്റെ ദാസൻ സുഖപ്പെടും എന്ന്. ഇത് മത്തായി 8 വാക്യത്തിൽ കാണപ്പെടുന്നു. ആകാശവും ഭൂമിയും തൻ്റെ വചനത്താൽ സൃഷ്ടിച്ചവന് തീർച്ചയായും അവൻ്റെ വചനം അയച്ച് നിങ്ങൾക്ക് രോഗശാന്തിയും പുനഃസ്ഥാപനവും നൽകാൻ കഴിയും. യേശു പറഞ്ഞു, ഹൃദയത്തിന്റെ സമ്മർദ്ദയിൽ നിന്നാണ് വായ് സംസാരിക്കുന്നതെന്ന്. ഇത് മത്തായി 12 വാക്യത്തിൽ കാണപ്പെടുന്നു. കർത്താവിന്റെ ഹൃദയം കരുണയും അതിരറ്റ സ്നേഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവന്റെ വായിൽ നിന്ന് രോഗശാന്തി വരുന്നു. അവന്റെ വചനം ദിവ്യ ആരോഗ്യം കൊണ്ടുവരുന്നു. കർത്താവ് പ്രഖ്യാപിക്കുന്നു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അങ്ങനെയായിരിക്കും. അത് എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ല, മറിച്ച് അതെനിക്കിഷ്ടമുള്ളത് നിറവേറ്റും, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുമെന്ന്. ഇത് യെശയ്യാവ് 55 11 വാക്യത്തിൽ പറയപ്പെടുന്നു. അവൻ്റെ വചനം ദുർബലരെ ശക്തിപ്പെടുത്തുന്നു, രോഗികളെ സുഖപ്പെടുത്തുന്നു, ആത്മാവിനെ പുനർജീവിപ്പിക്കുന്നു. അവൻ്റെ വചനം വിദൂരമല്ല, അത് നിങ്ങളുടെ അടുത്താണ്. റേഡിയോ തരംഗങ്ങൾ ഒരു നിമിഷം കൊണ്ട് ലോകമെമ്പാടും അദൃശ്യമായി സഞ്ചരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എല്ലാ തടസ്സങ്ങളെയും മറികടക്കും. അവൻ ചോദിക്കുന്നു, ഞാൻ സമീപസ്ഥനായ ഒരു ദൈവമാണോ, ദൂരസ്ഥനായ ഒരു ദൈവമല്ലയോ എന്ന്. യിരെമ്യാവ് 23 വാക്യത്തിൽ അവൻ വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം അകറ്റിക്കളയും എന്ന്. പുറപ്പാട് പുസ്തകം 23 25 വാക്യത്തിലും കർത്താവ് സകല രോഗവും നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുമെന്ന് ആവർത്തന പുസ്തകം 7 15 വാക്യത്തിലും പറയപ്പെടുന്നു. ദൈവമക്കളെ, വിശ്വാസത്തോടെ അവന്റെ വചനം സ്വീകരിക്കുക. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതും ഉൾനട്ടതുമായ ദൈവവചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ എന്ന് യാക്കോബ് 1 21 വാക്യത്തിൽ ബൈബിൾ പറയപ്പെടുന്നു. തീർച്ചയായും അവന്റെ വചനം നിങ്ങൾക്ക് ദിവ്യ രോഗശാന്തി നൽകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 103 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ആവർത്തന പുസ്തകം 8, 9, 10 അധ്യായങ്ങൾ. വൈകുന്നേരം മർക്കോസ് 11 19 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.